കെനലസ് ഡെന്നി, 2 ദിവസം മുൻപൊരു രാത്രിയാണ് നമ്മൾ ഡിബേറ്റിനിരിക്കുമ്പോൾ ഈ അണിനിരക്കലുകൾ, യുദ്ധക്കപ്പലുകൾ, പടപ്പുറപ്പാട്, നാവികസേനയുടെ നീക്കങ്ങൾ, വ്യോമസേനയുടെ നീക്കങ്ങളൊക്കെയും റഫേൽ വിമാനങ്ങൾ സജ്ജമാണെന്ന വാർത്തയും ഒക്കെ നമ്മൾ പങ്കുവച്ചൊരു ചോദ്യം ചോദിച്ചത് ഇതൊരു സൂചനയാണോ എന്ന്. അതൊരു സൂചനയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. എനിക്കൊന്ന് 22-ാം തീയതി ഈ പഹൽഗാം കഴിഞ്ഞ തൊട്ട് തന്നെ എനിക്കൊന്ന് ഭാരതത്തിന്റെ സർക്കാരും പ്രൈം മിനിസ്റ്റർ മോദിയും ഭാരതത്തിന്റെ സൈന്യവും എല്ലാം കൃത്യമായിട്ടുള്ള സൂചനകൾ കൊടുത്തിരുന്നു. അതിനകത്ത് യാതൊരു സംശയമില്ല. ആദ്യത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ പ്രൈം മിനിസ്റ്റർ മോദി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ ഇത് ചെയ്തത് ആരാണോ അവരെ തേടി നമ്മൾ അതിനു വേണ്ടിയുള്ള നീതി നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതേപോലെ ഒരു കാര്യമാണ് ഇപ്പൊ നടന്നത്. അതുപോലെ തന്നെ സൈന്യത്തിന്റെ കാര്യം നോക്കും. ഓരോ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഓരോ ഇന്നലത്തെ ആ ഒരു തീരുമാനം, സിവിൽ ഡിഫൻസ് ആൻഡ് വോളണ്ടിയേഴ്സിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ആളുകളുടെ ഒരു ബോധവൽക്കരണം ചെയ്യണം എന്നുള്ളത് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം, ഭാരതത്തെ സംബന്ധിച്ചോളം, നമ്മുടെ ഇവിടുത്തെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഒക്കെ സിന്ദൂരം മായ്ച്ച ആ ഒരു പെഹൽഗാമിലെ അറ്റാക്കിന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് വെറും ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. കാരണം നമ്മളിപ്പോ പുൽവാമ കഴിഞ്ഞ് ഒരു ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് ആണ് നമ്മൾ ചെയ്തത്. ഇവിടെ നമ്മൾ 9 എണ്ണത്തിലാണ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. ആ 9 എണ്ണം നമ്മൾ പറയുമ്പോൾ ഇന്ന് രാവിലെ പാകിസ്ഥാന്റെ DGISIയുടെ ഓഫീസിൽ നിന്ന് DGISPR എന്ന് പറഞ്ഞ ഒരു ഓഫീസർ ആ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 24 സ്ഥലത്ത് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള അവര് അതിനെ സമ്മതിച്ചു, നമ്മളിങ്ങനെ സ്ട്രൈക്ക് ചെയ്തെന്നുള്ളത്. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ സമ്മതിച്ചു, പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ സമ്മതിച്ചു, പാകിസ്ഥാന്റെ സൈനിക മറ്റ് ഓഫീസേഴ്സും മറ്റ് വീഡിയോസും ഒക്കെ വരുന്ന കൃത്യമായിട്ടുള്ള ഒരു സമ്മതം അവർ ചെയ്തിരുന്നു. യെസ്, പാകിസ്ഥാന്റെ മണ്ണിന്റെ ഉള്ളിൽ ഭാരതം സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാൻ സാധാരണ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലേക്ക് മാത്രം പലപ്പോഴും അവിടെ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ മാത്രമല്ല മറ്റ് സ്ഥലത്തും നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ കൃത്യമായിട്ട് പാകിസ്ഥാന്റെ ഉള്ളിലെ 4 ക്യാമ്പ്സിലാണ് ഇപ്പം സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. ആ 4-ൽ 2 എണ്ണം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒന്ന് മുരീദ് കെ ലഷ്കർ എ തോയ്ബയുടെ, മറ്റത് ബഹാവൽപൂർ ജയ്ഷെ മുഹമ്മദിന്റെ. ഈ ബഹാവൽപൂരിനെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട്. കാരണം അത് ഏകദേശം 100 കിലോമീറ്ററോളം ഉള്ളിലോട്ടാണ്. നമ്മുടെ രാജസ്ഥാന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക ആളുകൾ, നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ രാജസ്ഥാന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഏകദേശം സ്ഥലത്താണ് ഈ ബഹാവൽപൂർ. അപ്പം ഇവരെപ്പോഴും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലും ആ ഏരിയ മാത്രം നോക്കിയപ്പോൾ നമ്മൾ ഇവരുടെ ഭാരതത്തിന്റെ ബഹാവൽപൂർ പോലുള്ള സ്ഥലത്ത് പോലും നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിന്റെ ഈ ഒരു ഓപ്പറേഷന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കാണിക്കുകയാണ്. മൂന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ സൈന്യമോ നമ്മുടെ എയർക്രാഫ്റ്റോ മറ്റ് അസറ്റ്സ് ഒന്നും പാകിസ്ഥാന്റെ ഉള്ളിൽ ചെന്നിട്ടില്ല. പാകിസ്ഥാന്റെ ഉള്ളിൽ ചെല്ലാതെ നമ്മളെ മണ്ണിലും നമ്മളെ വായുവിലും നിന്നിട്ടാണ് ഈ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രമാത്രം കാപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ന്. ആ മിസൈൽസും അങ്ങനെയൊക്കെയുള്ള കാപ്പബിലിറ്റി ഉണ്ടായിട്ടാണ് പാകിസ്ഥാന്റെ ഏതൊരു ഏരിയയിലും സ്ട്രൈക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് എല്ലാവരും മനസ്സിലാക്കണം. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രൈക്ക് ചെയ്തു, തീർച്ചയായിട്ടും ഇത് പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചോളം അവർക്കൊരു കനത്ത തിരിച്ചടിയാണ്. അവരുടെ മുഖത്ത് ഏറ്റ ഒരു അടിയാണ് നോക്കുന്നത്. കാരണം അവർക്ക് ഫിസിക്കലായിട്ട് ഒരു ഡാമേജ് വന്നില്ലെങ്കിലും അവരുടെ കൺമുൻപിൽ വെച്ചിട്ടും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തേക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് പാകിസ്ഥാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു തിരിച്ചടി എന്നുള്ള നിലയിൽ ചെയ്യും. അത് അവർക്ക് ചെയ്തേ തീരും. അപ്പൊ അതിനു വേണ്ടിയുള്ള ഓൾറെഡി നമ്മൾ പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സൈന്യം ഓൾറെഡി ആ ഒരു പൊസിഷനിലാണ്. ഇനി പാകിസ്ഥാൻ എന്തെങ്കിലും റിറ്റാലിയേഷൻ ചെയ്യുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഭാഗം, സെക്കൻഡ് ഭാഗമായിട്ട് സെക്കൻഡ് ഫേസ് നമ്മൾ ചെയ്യും. അത് ഇപ്പൊ ചെയ്തതിന്റെയും ഒരു 4 ഇരട്ടി കൂടുതലായിരിക്കും നമ്മൾ അപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇനി പാകിസ്ഥാന്റെ ഉള്ളിലാണ് അവരെന്ത് തീരുമാനിച്ച് ചെയ്യുന്നു എന്ന് അതിന്റെ ഒരു ബേസിസിലായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ആക്ഷൻ വലിയൊരു യുദ്ധത്തിലേക്ക് പോകണോ അതോ ഇത് ഇവിടെ തന്നെ നിൽക്കുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ നമ്മളെല്ലാവരും വളരെ കരുതിയിരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള ഒരു സമയമാണെങ്കിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഈ പഞ്ചാബ്, രാജസ്ഥാൻ, ഡൽഹി ആ ഏരിയയിലൊക്കെ ഉള്ള ആളുകൾക്കും, കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഒരു ഇറേഷണൽ രാജ്യമാണ്.
ഒന്നും ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ, എന്തും അവർക്ക് ചെയ്യാനുള്ള ഒരു മടിയില്ലാത്ത ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഭാരതവും ഭാരതത്തിന്റെ സൈന്യവും ഭാരതത്തിന്റെ ആളുകൾ എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്ന് മാത്രമേ എനിക്ക് ഈ ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കൂ. കേണൽ എസ് ഡിന്നി, അതായത് നമ്മൾ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചില്ല, നമ്മൾ സാധാരണക്കാരെ ഉന്നം പിടിച്ചില്ല, നേരെ ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യം വയ്ക്കുകയായിരുന്നു കൃത്യമായ ആസൂത്രണത്തോടെ. അതും നമ്മൾ ചർച്ച ചെയ്തതാണ്. നയതന്ത്രപരമായി ആദ്യം തിരിച്ചടി കൊടുക്കുക, പിന്നീട് ആക്രമിക്കുക. അത് തന്നെ സംഭവിച്ചു. കൃത്യമായി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിലൂടെ പാകിസ്ഥാൻ അനുഭവിച്ച് തുടങ്ങിയത് ഇപ്പോൾ വലിയൊരു ആക്രമണത്തിലൂടെ, തിരിച്ചടിയിലൂടെ അവർക്ക് രണ്ടാമത്തെ മറുപടിയായി നൽകുന്നു. നോക്കൂ, ഈ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ഉന്നം വെച്ചതിലൂടെ ഭാരതം സ്വയം അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നൽകുന്ന സന്ദേശം എന്താണ്? നോക്കൂ, ഇന്ന് ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളും, പാകിസ്ഥാൻ ഒഴിച്ചുള്ള രാജ്യങ്ങളിൽ, ഒന്ന് രണ്ട് രാജ്യങ്ങൾ ഒഴിച്ചാൽ എല്ലാ രാജ്യത്തിലും ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിൽ യോജിപ്പുള്ളത് ഈ ഭീകരവാദത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അതായത് ഈ ഭീകരവാദം എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഭീഷണിയാണ്. അപ്പൊ അതുകൊണ്ട് എവിടെ ഭീകരവാദം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇന്ന് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വരും. നോക്കൂ, പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്നലെ പോയിട്ട് എന്തായി നടന്നത്? അവിടെ എല്ലാ രാജ്യങ്ങളും തിരിച്ച് പാകിസ്ഥാൻ അടുത്താണ് ചോദിച്ചത്. നമ്മളല്ല സെക്യൂരിറ്റി കൗൺസിലിൽ പോയത്, അവരാണ് പോയത്. എന്നിട്ട് അവരെടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പെഹൽഗാമിന് ചെയ്തത്? നിങ്ങളുടെ റോൾ എന്തായിരുന്നു? നിങ്ങൾ എന്തിനാണ് ന്യൂക്ലിയർ ബോംബിനെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ എന്തിനാണ് മിസൈൽ ടെസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ കൊണ്ടുപോയ പ്രമേയത്തിന് ആളുകളുടെ തന്നെ തിരിച്ചു ചോദിക്കുന്ന രീതിയിലേക്ക് അവിടെ മാറി. ലോകത്തിന് ഭീകരവാദത്തിന് ഒരു സപ്പോർട്ടും ഇല്ല. ലോകത്തിന് പാകിസ്ഥാനിന് ഭീകരവാദ രാഷ്ട്രമായതുകൊണ്ട് ഒരു സപ്പോർട്ടും ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത് ചെയ്തത് വളരെ കൃത്യമായിട്ട് സൈനിക നടപടിയെ, സൈനികരുടെ, അതായത് പാകിസ്ഥാന് പിന്നിൽ ആരെങ്കിലും അണിനിരക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയെപ്പോലെ സാമ്പത്തികമായി ശക്തി ആർജിക്കുന്ന, പ്രതിരോധ മേഖലയിൽ കരുത്തരായ ഒരു രാഷ്ട്രത്തെ തൊട്ടുപോകാനുള്ള ഒരു ഇടത്താവളമായി അതിനെ കാണുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഒരു രാജ്യമെന്ന നിലയ്ക്ക് നൽകുന്ന പരിഗണനയായി അതിനെ കാണേണ്ടതില്ല. അതെ, അങ്ങനെ തന്നെയാണ്. അതിനകത്ത് വലിയ നമ്മൾ അത് കാണേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കാര്യമാണെങ്കിൽ നമുക്ക് എടുത്തു പറയാം, ചൈന മാത്രമായിരിക്കും കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത്. സപ്പോർട്ട് ഇൻ ദ സെൻസ് യുദ്ധത്തിലേക്ക് കയറി ചെന്ന് സപ്പോർട്ട് ചെയ്യുന്നല്ല, പക്ഷെ ഒരു മോറൽ സപ്പോർട്ട്. അതായത് ചൈന ഞങ്ങൾ പാകിസ്ഥാന്റെ കൂടെ ഉണ്ട്, ഇനി എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായമോ അങ്ങനെയൊക്കെയുള്ള സഹായം ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് അമിനേഷൻ അങ്ങനെ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അതല്ലാതെ ഇതിൽ കൂടുതൽ ഒരു സഹായം അവർ ചെയ്യാൻ പോകുന്നില്ല. ഇതുപോലെ തന്നെ ടർക്കിയുടെ കാര്യമായാലും ശരി. പക്ഷെ മറ്റുള്ള രാജ്യങ്ങൾ ആരും ഓപ്പൺ ആയിട്ട് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇൻക്ലൂഡിങ് മിഡിൽ ഈസ്റ്റിന്റെ രാജ്യങ്ങളായാലും ശരി, അവരൊന്നും ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. എല്ലാവരും പറയാൻ പോകുന്ന ലൈൻ ഇത് ആയിരിക്കും: യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധത്തിൽ പോകരുത്, ഭീകരവാദം പാടില്ല എന്നുള്ള ഒരു പൊതു നയതന്ത്ര ലൈൻ എന്നായിരിക്കും എല്ലാവരും എടുക്കുന്നത്. സമാധാനം പാലിക്കുക, രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ ഇതാണ്, സമാധാനം പാലിക്കുക എന്നുള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ അവർക്ക് അത് പറയാം, അതൊരു സ്റ്റാൻഡേർഡ് ലൈനാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യും, നമ്മളത് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി പാകിസ്ഥാൻ എന്തെങ്കിലും രീതിയിൽ തിരിച്ചു ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ഓൾറെഡി റെഡിയാണ്. അപ്പൊ ചിലപ്പോൾ ഇപ്പം നമ്മൾ 15 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്, അപ്പോഴാണെങ്കിൽ ചിലപ്പോൾ 15 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അല്ല, ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണല്ലോ. അപ്പോൾ എന്തു പറഞ്ഞ് പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നാണ്? എങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ പക്ഷത്ത് ന്യായമുണ്ടെന്ന് തെളിയിക്കുമെന്നാണ്? നോക്കൂ, എനിക്ക് മനസ്സിലാക്കുന്ന അവര് ഇപ്പൊ തന്നെ അവരുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഈ പത്രക്കാരെ കൊണ്ട് ഈ ഏരിയയിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് വരികയാണ്. അപ്പൊ അവിടെ ഈ ടെറർ സ്ട്രൈക്ക് ചെയ്ത സ്ഥലത്ത് ഇവരെല്ലാം എന്താ പറയുക, നമ്മളിപ്പം സിവിലിയൻസിനെ അല്ല ടാർഗറ്റ് ചെയ്തെങ്കിലും പാകിസ്ഥാന്റെ ഒരു നയമുണ്ട്. ഇപ്പൊ അത് ഈ ഹമാസ് ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. അവരുടെ ഭീകരവാദികളെല്ലാം താമസിക്കുന്നത് ഈ സിറ്റി ഏരിയയിലായിരിക്കും, അവിടെ ജനവാസം ഉള്ള ഏരിയയിലായിരിക്കും. അപ്പൊ ആ ഏരിയയിൽ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് കാണിക്കാനുള്ള ഒരു ശ്രമം ഇപ്പം പാകിസ്ഥാൻ നടക്കും. അതിലൂടെ ഒരു പബ്ലിക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയുള്ള കാര്യമായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു പഴയ ഡ്രാമയാണ്, പഴയ സ്ക്രിപ്റ്റ് ആണ്. ഇതൊന്നും ആരും ഇന്ന് എന്താ പറയുക, അതിന് ഒരു വില വരത്തില്ല. കുറച്ച് ചില മാധ്യമങ്ങളും പ്രത്യേകിച്ച് വെസ്റ്റേൺ മീഡിയയും ചില ഇങ്ങനത്തെ പ്രൊപ്പഗാൻഡ ആയിട്ടുള്ള മീഡിയക്കാരും ഒക്കെ അത് എടുത്ത് കുറച്ചൊക്കെ ഇടുമായിരിക്കും. അത് ചിലപ്പം ഇന്ത്യയിലെ കുറച്ച് ആളുകൾ അത് എടുത്തിട്ട് ചിലപ്പോൾ അതിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം, മനുഷ്യത്വം വേണം എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ഒരു നരേറ്റീവിനൊക്കെ പോകാം. പക്ഷെ പൊതുവെ ഇന്ന് ലോകത്ത് മൊത്തവും ഈ ഒരു കാര്യത്തിലൊന്നും യാതൊരുവിധ സപ്പോർട്ടും ഇല്ല. അത് ഭാരതം ഭീകരവാദത്തിന്റെ എഗെയിൻസ്റ്റ് ആണ് പ്രവർത്തിച്ചത്.
ഭീകരവാദികളെയാണ് വേട്ടയാടിയത്. അപ്പൊ അതല്ലാതെ സിവിലിയൻസിനെ അല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇനി എന്ത് ചെയ്താലും അതിന് വലിയൊരു എഫക്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നുള്ളത്. ശരി, ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട് ഞങ്ങളിത് ചെയ്യേണ്ടി വന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ഭാരതത്തിനായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അമേരിക്ക പറഞ്ഞത് എന്താണോ ഭാരതം ലക്ഷ്യം വയ്ക്കുന്നത് അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയട്ടെ എന്ന്. അതായത് ഭീകരവാദം തുടച്ചു നീക്കാൻ, അതിൻ്റെ അടിവേരിളക്കാൻ ഭാരതത്തിനാകട്ടെ എന്ന ആശംസയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. അതുതന്നെയാകും റഷ്യയ്ക്കും മറ്റു രാഷ്ട്രങ്ങൾക്കും പറയാനുള്ളത്. അതായത് ഇന്ത്യക്ക് പിന്നിൽ കൂടുതൽ രാഷ്ട്രങ്ങളെ അണിനിരത്താൻ കെൽപ്പുള്ള ഒരാക്രമണമായിരുന്നു ഭാരതം നടത്തിയത്. ശരിയോ? അത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. കാരണം ഇവരുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ്സ് ഇന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഭാരതത്തിന്റെ പെഹൽഗാമിന് എതിരെ ചെയ്ത ഭീകരവാദികൾക്ക് ഹണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ തേടിപ്പിടിച്ച് അവരെ ഇല്ലാതാക്കാനുള്ള ഒരു അധികാരം ഭാരതത്തിനുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ്. അതായത് ഭാരതം വേണ്ട നടപടികൾ സ്വീകരിക്കും, ആ നടപടികൾ ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള നടപടികൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെല്ലാം സംസാരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ആയാലും ശരി, വ്ളാഡിമിർ പുടിൻ ആയാലും ശരി, ഇവരെല്ലാം സംസാരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ സപ്പോർട്ട് കിട്ടുന്നത്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇനിയാണ് ആവശ്യം. കാരണം ഈ നേതാക്കൾ ഡൊണാൾഡ് ട്രംപ് ആയാലും റഷ്യൻ വ്ളാഡിമിർ പുടിൻ ആയാലും ഇനി പാകിസ്ഥാന്റെ അടുത്താണ് പറയേണ്ടുള്ളത്, പാകിസ്ഥാന്റെ മുകളിലാണ് പ്രഷർ കൊടുക്കേണ്ടുള്ളത്. ഇനി നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും ചെയ്താൽ ഇതിന്റെ ഈ ലെവലിലേക്ക് വിട്ടുപോകും, നിങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാവും, ഞങ്ങളും അപ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ പാകിസ്ഥാനടുത്ത് സംസാരിച്ചാൽ മാത്രമേ പാകിസ്ഥാന്റെ സൈന്യം എന്തെങ്കിലും വലിയ ഒരു എസ്കലേഷനിലേക്ക് പോകുന്നതിന് നിന്ന് തിരിച്ചു നിൽക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ തലതിരിഞ്ഞ സൈനികർ അവർ എന്തെങ്കിലുമൊക്കെ നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളും ആ ലെവലിലേക്കുള്ള റിട്ടാലിയേഷൻ കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോക രാജ്യങ്ങൾക്കറിയാം ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആയിരുന്നു, അതിനു വേണ്ടിയുള്ള നടപടിയായിരുന്നു. അപ്പൊ പാകിസ്ഥാന്റെ അടുത്ത് ആ ലോക രാജ്യങ്ങൾ പ്രഷർ കൊടുക്കണം, ഇനി കൊടുക്കും തന്നെയാണ് എന്റെ വിശ്വാസം. അതായത് നിങ്ങൾ ഇനി സമാധാനത്തിലേക്ക് പോകൂ, ഇനി നിങ്ങൾ വീണ്ടും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ നാശനഷ്ടം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു വാർണിംഗ് കൊടുക്കും തന്നെയാണ് എന്റെ വിശ്വാസം. കേണൽ എസ് ഡിനിയെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം ചർച്ചയിലും പറഞ്ഞതാണ്, നമ്മുടെ നയതന്ത്രപരമായ തിരിച്ചടി കൊടുക്കൽ അത് വളരെ കൃത്യമായിരുന്നു എന്ന് തോന്നിയപ്പോഴാണ് അടുത്ത അടി വരുന്നത്. നോക്കൂ, ഭാരതത്തിൻ്റെ പ്ലാനിങ് അതിങ്ങനെ വേണമെന്ന തീരുമാനിക്കൽ. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടനീളം ഈ നീക്കങ്ങളൊക്കെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അതായത് തിരിച്ചടിക്കാൻ ഉറച്ചാൽ ഞങ്ങളത് ചെയ്തിരിക്കുമെന്ന് എല്ലാവരോടും വിളിച്ചു പറയുകയായിരുന്നു ഈ ഓപ്പറേഷനിലൂടെ, അല്ലേ? അത് തീർച്ചയായിട്ടും എല്ലാവരിലും ഏറ്റവും ഇതിന്റെ വിചിത്രമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന പാകിസ്ഥാനായിരുന്നു തിരിച്ചടിക്കുന്നു. അവര് തന്നെ രാത്രി 2:30 മണിക്കൊക്കെ ഈ ഒരു എന്താ പറയാ പത്രസമ്മേളനമൊക്കെ നടത്തി ഭാരതം തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും സ്ട്രൈക്ക് ചെയ്തിട്ട് ഒരെണ്ണം പോലും അവർക്ക് തടയാൻ സാധിച്ചില്ല. അതാണ് പാകിസ്ഥാന്റെ അവസ്ഥ എന്നും കൂടി നമ്മൾ പറയാണ്. അപ്പം അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നമ്മൾ എവിടെ. അതായത് പാകിസ്ഥാന്റെ ദൗർബല്യം എന്തെന്ന്, പാകിസ്ഥാൻ നേരിടുന്ന പ്രതിസന്ധി എന്തെന്ന് ഈ ആക്രമണം വിജയകരമാകുന്നതിലൂടെ തെളിയുന്നു. അവർക്ക് ആക്രമിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെന്ത് പരാജയമാണ്. അതെ, അത് തന്നെയാണ് കാരണം എല്ലാ ഓപ്ഷൻസും അവരിൽ അറിയാമായിരുന്നു. നമ്മൾ സ്ട്രൈക്ക് ചെയ്യൂ എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ലായിരുന്നു. അപ്പൊ നമ്മൾ സ്ട്രൈക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ കൊച്ചാക്കി കാണുകയോ അല്ലെങ്കിൽ അവരെ പുച്ഛിച്ചു കളയോ അല്ല, പക്ഷെ അവർക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇനി വലിയ രീതിയിലുള്ള വേറെ എന്തെങ്കിലും ഇതുപോലത്തെ മിസ് അഡ്വെഞ്ചർ അല്ലെങ്കിൽ വിഡ്ഢിത്തരം കാണിക്കരുതെന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നാച്ചുറലി ഇതിനകത്ത് സാധാരണക്കാര ആളുകളുടെയും ജീവൻ പോകും. ഇത് ഏതെങ്കിലും ഒരു ജനറൽ ആസിം മുനീർ ഇരുന്ന് ഏതെങ്കിലും വിഡ്ഢിത്തരം കാണിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പരിണാമമാണ് ഈ 26 പേര് പഹൽഗാമിൽ മരിച്ചത്. അപ്പൊ അതേപോലെ തന്നെ സ്വന്തം ആളുകളെ പോലും ബലിക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ഇനി മുന്നോട്ട് പോകാൻ അവർക്ക് തന്നെയാണ് ദോഷം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ റെഡിയാണ്. നമ്മൾ ഇപ്പം അവരെന്ത് ചെയ്താലും നമുക്കത് നേരിടാനുള്ള ശക്തിയുണ്ട്. ഡെഫിനറ്റ്ലി അവരെന്തെങ്കിലും ചെയ്യും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് താങ്ങാനാവും അതിനപ്പുറമായിരിക്കും എന്ന് മാത്രമേ
നമുക്കിപ്പം പറയാൻ സാധിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഷ്ട്രീയമായ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരു യുദ്ധസമാന സാഹചര്യം എന്ന് തോന്നിപ്പിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് കയറി വന്ന് ആരെങ്കിലും അടിക്കുമെന്ന് ഉറപ്പാകുന്ന സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കാറുണ്ട് നമ്മൾ. അതിൽ രാഷ്ട്രീയം ചിലപ്പോഴെങ്കിലും ഉയർന്നു കേൾക്കാറുണ്ടെങ്കിലും ഭാരതം എന്നാൽ ഒറ്റക്കെട്ടാണെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയാറുണ്ട്. പക്ഷേ അപ്പുറത്തേക്ക് നോക്കൂ, ഈ ഭീകരാക്രമണം നടക്കുമ്പോൾ ഇമ്രാൻഖാൻ അടക്കമുള്ള പാകിസ്ഥാനിലെ മറ്റു പ്രമുഖ നേതാക്കളൊക്കെയും ഊറിച്ചിരിക്കുന്നുണ്ടാകും. ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകുന്നുവെന്ന്, ഭീകരർ വീണ്ടും പിടിമുറുക്കുന്നുവെന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്നുവെന്ന് ഉറപ്പാകുന്ന ആ നിമിഷത്തിൽ അവരെല്ലാവരും ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകട്ടെ എന്നാഗ്രഹിക്കുന്നവരാകും. ഒരുപക്ഷെ അതുതന്നെയാകും പാകിസ്ഥാൻ നേരിടുന്ന യുദ്ധത്തേക്കാൾ വലിയ തിരിച്ചടി. അത് തന്നെയാണ്, വളരെ ശരിയാണ്. കാരണം ഇന്ന് പാകിസ്ഥാന്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ലാസ്റ്റ് 14 ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ വെള്ളത്തിന് വേണ്ടി അടി നടക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി അടി നടക്കുന്നുണ്ട്, പെട്രോളിന് വേണ്ടി അടി നടക്കുന്നുണ്ട്, തമ്മിലടി നടക്കുന്നുണ്ട്. അപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം നടക്കുന്നുണ്ട്, സൈന്യത്തിന്റെ ഉള്ളിൽ പ്രശ്നമുണ്ട്. അപ്പൊ ഇതെല്ലാം നടക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു വലിയൊരു രാജ്യമായിട്ട് നമ്മളടുത്ത് ഇങ്ങനൊരു പഹൽഗാം എന്ന് അവർ ചെയ്തതും അതിനുള്ള തിരിച്ചടി ഇപ്പൊ അവർ കിട്ടിയിട്ടുള്ളത്. അപ്പം ഒരു കാരണവശാലും ഇന്ന് പാകിസ്ഥാൻ ഒരു യുണൈറ്റഡ് പാകിസ്ഥാൻ അല്ല, ഒരു പാകിസ്ഥാൻ അല്ല, പല പല രീതിയിലുണ്ട്. ഇപ്പൊ ഇന്നലെ ബലൂചിസ്ഥാനിൽ 6 പാകിസ്ഥാൻ സൈനികരാണ് അവർ വധിച്ചത്. അപ്പം പ്രത്യക്ഷത്തിൽ നമ്മൾ ചെയ്ത ഈ കാര്യങ്ങളാണ്. അപ്രത്യക്ഷത്തിൽ നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ചെയ്യാൻ പോകുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യക്ഷമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അപ്രത്യക്ഷമായിട്ട് എന്തൊക്കെ വരാൻ പോകുന്നു എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഇത് ഇത് ഓപ്പറേഷനിലൂടെ മാത്രം നിൽക്കില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതൊരു നിരന്തരമായിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മളെ മനസ്സിൽ ചില കണക്കൂട്ടലൊക്കെ കാണും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന്. ആ ഉദ്ദേശം എത്തുന്ന വരെ ഈ ഓപ്പറേഷൻസിന്റെ പല രൂപത്തിൽ പല ഭാവത്തിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി എന്ത് സംഭവിക്കുമെന്നാണ്? പാകിസ്ഥാൻ അടങ്ങിയിരിക്കുമെന്നാണോ? അതിർത്തിയിൽ കുറച്ച് ഗിമ്മിക്സ് കാണിച്ച് വീണ്ടും മടങ്ങിപ്പോകും എന്നാണോ? കൃത്യമായൊരു പദ്ധതിയോടെ തിരിച്ചു വരാൻ ശ്രമിക്കുമെന്നാണോ? അതോ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് ആഴ്ന്നു പോകും എന്നാണോ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പാകിസ്ഥാനെ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ വളരെ പാടാണ്. അവർ ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്, പ്രത്യേകിച്ച് അവിടുത്തെ സൈന്യം. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയ ഒരു അറ്റാക്ക് ആയിരുന്നു ഇത്. പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചോളം അവരുടെ നിലനിൽപ്പ് അവരുടെ ആളുകളുടെ മുന്നിൽ ഓൾറെഡി താഴ്ന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു തിരിച്ചടി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവരൊന്നും ചെയ്തില്ലെങ്കിൽ നാളെ അവർക്ക് അവിടെ വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റും. ഓൾറെഡി അവർക്ക് യൂണിഫോം ഇട്ടിട്ട് വെളിയിൽ നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇപ്പം ഇതും കൂടെ കിട്ടിയിട്ട് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ നാണക്കേടിന്റെ പ്രശ്നം വരും. ജനറൽ അസീം മുനീറിന് തുടരാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എന്റെ ഒരു കാൽക്കുലേഷനിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ സൈന്യം ഒരു റിട്ടാലിയേഷൻ എന്നുള്ള കാര്യം ചെയ്യും. അതിന്റെ ലെവൽ എത്ര ആയിരിക്കും എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പാടാണ്. അത് മോസ്റ്റ് ലൈക്ലി ലൈൻ ഓഫ് കൺട്രോളിന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും മിക്കവാറും നടക്കുന്നത്. പക്ഷെ അഥവാ അവര് നമ്മളെ ഭാരതത്തിന്റെ ഉള്ളിൽ മറ്റ് സിറ്റീസിലോ അല്ലെങ്കിൽ അവിടുത്തെ നഗരത്തിലോ അല്ലെങ്കിൽ സാധാരണക്കാരെ, കാരണം നമ്മൾ ഇവിടെ നിന്ന് ടെറർ ക്യാമ്പ് ഇല്ലല്ലോ, അപ്പൊ ഒന്നീ സൈനിക ക്യാമ്പിനെ അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റാളേഷൻ, അങ്ങനത്തെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താം. പക്ഷെ തീർച്ചയായിട്ടും പാകിസ്ഥാൻ സൈന്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്നാണ് എന്റെ ഒരു അനാലിസിസ്. അത് ചെയ്തില്ലെങ്കിൽ ഒന്നീ അവർക്ക് ഒട്ടും കഴിവ്, അതായത് കാപ്പബിലിറ്റി ഇല്ലാത്തൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു, യുദ്ധം ചെയ്യാനുള്ള യാതൊരു ശേഷിയില്ലാത്ത ഒരു ആർമിയായിട്ട് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ US അത്രമാത്രം പ്രഷർ ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലെങ്കിൽ എന്റെ ഒരു അനാലിസിസിൽ അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും തിരിച്ചടി അല്ല എന്തെങ്കിലും ഒരു റിറ്റാലിയേഷൻ പോലെ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. കേണലിസ്റ്റ്, ഇനി ഒറ്റ ചോദ്യം കൂടി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഭാരത സൈന്യത്തിൻ്റെ ഈ തിരിച്ചടിയിലൂടെ പാകിസ്ഥാൻ്റെ ദൗർബല്യം, അവരുടെ ഏറ്റവും വലിയ ഭീകരർ താമസിക്കുന്ന ഇടങ്ങൾ പോലും തകർക്കാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ ആസൂത്രണത്തിൻ്റെ വിജയവും അവരുടെ പ്രതിരോധത്തിൻ്റെ പരാജയവുമാണല്ലോ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന ചിന്തയിൽ തന്നെ ഇന്ത്യയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? നമുക്ക് അത് വളരെ കൃത്യമാണ്. ഇനി പാകിസ്ഥാൻ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണെങ്കിൽ
നമ്മൾ 10 ബുള്ളറ്റ് ഫയർ ചെയ്യും എന്നുള്ള രീതി തന്നെ ആയിരിക്കും. 1:10 എന്നുള്ള റേഷ്യോ തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ 9 സ്ഥലത്താണ് സ്ട്രൈക്ക് ചെയ്തത്. അവർ തിരിച്ചെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു വലിയൊരു എഫക്റ്റ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് വീണ്ടും പാകിസ്ഥാൻ റിറ്റാലിയേറ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള നടപടിയായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് പോയേക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ എല്ലാ കാര്യങ്ങളും വശങ്ങളും കൂടെ പരിഗണിച്ച് മാത്രമേ അവർ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ ഷുവർ ആണ്, അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയ തോതിൽ മൾട്ടിപ്പിൾ ഏരിയയിൽ നിന്ന് വേറെ പല രൂപത്തിലും ഭാവത്തിലും ആയിരിക്കും നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് പിന്നീട് ഏത് ലെവലിലേക്കൊക്കെ പോകുമെന്നൊന്നും നമുക്ക് ഒരിക്കലും ഇപ്പം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് വലിയ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്റെ ഒരു വിഷാണ് ബാക്കി രാജ്യങ്ങളും പാകിസ്ഥാന്റെ ഉള്ളിലും കുറച്ചൊക്കെ നല്ല ബുദ്ധി അവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം അതുകൊണ്ട് അവിടുത്തെ ആളുകൾക്കും ദോഷം വരും, നമ്മളെ ഒരു രാജ്യത്തിലും എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്കും സാധിച്ചാൽ അതും നല്ലതല്ല. അതുകൊണ്ട് കാരണം അതിന്റെ ഇരട്ടിയായിട്ട് പിന്നെ നമ്മളും ചെയ്യും. അപ്പൊ ഒരു എസ്കലേഷൻ ലെവലിലേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ നമുക്കിപ്പം ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്.